പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് കോപിക്കുന്നത് നല്ലതാണോ എന്നതാണ്. കോപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ 100-ൽ കൂടുതൽ ഞരമ്പുകൾ കേടാകും. ഒന്ന് തുറിച്ചു നോക്കാൻ 72 പേശികൾ ചലിക്കണം. എന്നാൽ ഒന്ന് ചിരിക്കാൻ വെറും 14 പേശികൾ പ്രവർത്തിച്ചാൽ മതി. അലക്സാണ്ടർ രാജാവ് ഇന്ത്യയിൽ വന്ന് വിജയിയായി മടങ്ങുന്ന അവസരത്തിൽ ഒരു ജ്ഞാനിയെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. ഇന്ത്യക്കാരനായ ജ്ഞാനി അതിന് തയ്യാറായില്ല. അലക്സാണ്ടർ കോപിച്ച് വാൾ ഊരി. ജ്ഞാനി പറഞ്ഞു, ഞാൻ താങ്കളുടെ കൂടെ വരില്ല. കാരണം താങ്കൾ എൻ്റെ അടിമയുടെ അടിമയാണ്. അലക്സാണ്ടർ പറഞ്ഞു, ഞാൻ രാജാവാണ്. ജ്ഞാനി പറഞ്ഞു, കോപം എൻ്റെ അടിമയാണ്. എനിക്ക് അതിൻ്റെ മേൽ നിയന്ത്രണമുണ്ട്. എന്നാൽ എൻ്റെ അടിമയായ കോപത്തിന്റെ അടിമയാണ് താങ്കൾ. കോപിക്കുന്നതിനെ കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു എന്ന് നോക്കാം. വചനം ഇപ്രകാരം പറയുന്നു, കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കോപത്തെക്കുറിച്ച് ബുദ്ധമതം പറയുന്നത് കോപത്തെ സ്നേഹം വഴി അതിജീവിക്കുക എന്നതാണ്. ഇസ്ലാം മതം കോപത്തെക്കുറിച്ച് പറയുന്നത് ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ബലവാൻ, കോപം തിളയ്ക്കുമ്പോൾ തന്നെ വരുതിയിൽ നിർത്തുന്നവനാണ് എന്നാണ്. ജൈനമതം പറയുന്നത് പൊറുതി നൽകി കോപത്തെ കീഴടക്കുക എന്നാണ്. യഹൂദമതം പറയുന്നത് ഉത്കടമായ കോപം ഋഷിയിലെ ജ്ഞാനം തകർക്കും, പ്രവാചകന്റെ ദർശനസിദ്ധി വികലമാകും എന്നാണ്. കോപിക്കുമ്പോൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തും വിധം മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. കോപിക്കുമ്പോൾ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് ബൈബിൾ പറയുന്നത്. വിശുദ്ധ ജോൺ മരിയ വിയാനിയെ ഉഗ്രകോപിയായ ഒരു മദ്യപൻ തെറികൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. അച്ഛൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഇത് കേട്ടു നിന്ന ഒരാൾ അച്ഛനോട് ചോദിച്ചു, ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അങ്ങേക്ക് ദേഷ്യം വരുന്നില്ലേ? വിശുദ്ധ ജോൺ മരിയ വിയാനി ശാന്തനായി പറഞ്ഞു, ശരിയാണ്, എനിക്കും ശരിക്കും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാത്തത്. മോശ ക്ഷിപ്രകോപിയായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അതിന് അദ്ദേഹത്തിന്റെ ബാല്യവുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനുണ്ടായ ഒരു ദൈവ അനുഭവത്തിലൂടെ അദ്ദേഹം ശാന്തത എന്ന സുഹൃതം സ്വന്തമാക്കി. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തിന് ശാന്തത അഭ്യസിക്കുവാൻ കഴിഞ്ഞു. ഇത്ര നേരം ഞാൻ പറഞ്ഞതിന്റെ രത്നചുരുക്കം ഇതാണ്. എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് കോപം പാപമാണോ എന്നുള്ളത്. കോപം അതിൽ തന്നെ പാപമല്ല എന്ന് ബൈബിൾ പറയുന്നു. നമ്മുടെ കർത്താവ് ഒരു പാപം പോലും ചെയ്യാത്ത ആളാണ് എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ്. നമ്മുടെ കർത്താവ് കോപിക്കുന്ന സംഭവം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കോപം പാപമായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവിന് പാപം വരുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവ് കോപിച്ചെങ്കിലും നമ്മുടെ കർത്താവിന് ഒരു പാപവും ഇല്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് കോപം അതിൽ തന്നെ പാപമല്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ കോപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അത് ദൈവം തന്ന നല്ലൊരു വികാരമാണ്. നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കോപം വളരെ നല്ലതാണ്. മാതാപിതാക്കള് മക്കളുടെക്കെതിരെ കോപിക്കുന്നത് ഒരു തെറ്റല്ല. നമ്മളെ കുട്ടി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോപത്തോടു കൂടി ആ കുട്ടിയെ തിരുത്തുന്നത് ഒരിക്കലും ഒരു പാപമല്ല.
അതുകൊണ്ട് കോപം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപം നല്ല രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ കോപം നല്ലതാണ്. കോപം വരുമ്പോൾ തന്നെ ഉടനെ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ കോപം പാപമായി മാറും. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതും പാപമായി മാറും. ഒരു കോപത്തിന് കിണറ്റി ചാടിയാൽ 9 കോപം കൊണ്ട് കിണറ്റിന്ന് കയറാൻ പറ്റില്ല എന്ന ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കോപം നമ്മൾ വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കണം. കോപം ഉപയോഗിച്ച് നമ്മൾ മേലധികാരി താഴെയുള്ളവരെ തിരുത്തി കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു പാപമല്ല. അതുകൊണ്ട് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത് കോപവും ദൈവം തന്ന വികാരങ്ങളിൽ പോലെ ഒരു വികാരമാണ്. ദൈവം തന്ന ഒരു വികാരമാണ് കോപവും. അത് നല്ല രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ കോപം വളരെ നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കോപം, വളരെയധികം കോപമുള്ള വ്യക്തിയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന ശീലിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ ദിവസവും നമ്മൾ നന്നായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായും നല്ല ശാന്തത ലഭിക്കും. ദൈവമേ, എൻ്റെ കോപം എന്നിൽ നിന്ന് അകറ്റി കളയണമേ, എനിക്ക് നല്ല ക്ഷമ തന്നെ എന്ന് എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. അതുകൊണ്ട് എത്ര വലിയ കോപമുള്ള ആളാണെന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവന് ശാന്തത വരും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ബൈബിൾ ഒരു കാരണവശാലും കോപത്തിന് എതിരല്ല. പക്ഷെ കോപം നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ കോപത്തെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ കോപം മറ്റു വികാരങ്ങൾ പോലെ ദൈവം തന്ന നല്ലൊരു ദാനമാണ് എന്ന് വ്യക്തമാണ്. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.